Good morning, ladies and gentlemen. Welcome to your favorite. Good morning, ladies and gentlemen. എൻ്റെ കയ്യിലിരിക്കുന്നു ദി അപ്കമിങ് ഫോൺ ഫ്രം വിവോ V70 FE എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. ആൻഡ് ഇതാണ് ഫോണിൻ്റെ ലുക്ക്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് സിൽവർ കളറാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറും ഒരു പർപ്പിൾ കളറും വരുന്നുണ്ട്. പർപ്പിൾ കളർ ഓൺലൈനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് ഇന്ത്യയിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഇറങ്ങാൻ പോകണമെന്ന് ഞാൻ എനിക്കറിയത്തില്ല, യാതൊരു വിവരവും എനിക്കില്ല. പക്ഷേ ഇത് UAE ഉടനെ തന്നെ റിലീസുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പോളി കാർബണേറ്റ് ആയിട്ടുള്ള സൈഡ് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്പീക്കർ വേണമെങ്കിൽ ഞാൻ കുറച്ച് കേൾപ്പിച്ച് തരാൻ മാണിക്കുക. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് പിന്നെ എടുത്ത് പറയാനായിട്ടാണെങ്കിൽ എന്തിനാണ് NFC സപ്പോർട്ട് വരുന്നുണ്ട്, eSIM സപ്പോർട്ട് വരുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ കാണൂല. ബിക്കോസ് നമ്മളെ നാട്ടിൽ UPI വെച്ചിട്ടുള്ള പേയ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും eSIM കൾച്ചറും നമുക്ക് അധികം വന്നിട്ടില്ല. ആകെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയത് iPhone 17 ആകെ സിമ്മിട്ട് ഇറങ്ങണ രണ്ട് രാജ്യങ്ങളെന്തേ ഉള്ളൂ, അത് ഒരെണ്ണം ഇന്ത്യയാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെ ഉള്ളവർക്ക് ഇപ്പോഴും സിം കാർഡൊക്കെ വേണം. അതുകൊണ്ട് eSIM സപ്പോർട്ട്, പക്ഷേ eSIM സപ്പോർട്ട് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. UAE വെർഷനിൽ NFC-യും ഈ പറയുന്ന eSIM സപ്പോർട്ടും വരുന്നുണ്ട്. ബിക്കോസ് എല്ലാവരും ടാപ്പ് ആൻഡ് ഗോയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇനി ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നമുക്ക് അതേപോലെ തന്നെ ലൈവ് വാൾപേപ്പറിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. നമ്മൾ നത്തിങ് ഫോണ് നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് അതിൽ ലൈവ് വാൾപേപ്പർ സപ്പോർട്ട് ഞാൻ കണ്ടില്ല. പിന്നെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. യൂട്യൂബ് പ്രൈം തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ അതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് PWM ഡിമ്മിങ് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കണ്ണ് പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് അതാണ് ഡിസ്പ്ലേ വൈസ് അത്യാവശ്യം നൈസ് തന്നെ, നല്ല ഒരു ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷനാണ്. നല്ല കളർ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗംഭീര ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ പിടിച്ചത്. അത്രയും അങ്ങനെ പിക്സലേറ്റഡ് ആയിട്ടുള്ളൊന്നും എനിക്ക് തോന്നിയില്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ് ഫ്രം വിവോയുടെ അത്യാവശ്യം എല്ലാ ഫോണുകളിലും നല്ല ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ വെയിലത്തോട്ട് ഇറങ്ങണം. അത് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 1900 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ പീക്ക് ബ്രൈറ്റ്നസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പീക്ക് അത് നോക്കണ്ട, HBM നോക്കിയാൽ അത് HBM 1900, അതായത് വെയിലത്തിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിസിബിൾ ആയിരിക്കും ഫോൺ. അതാണ് മലയാളം. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം അതൊക്കെയാണ്. നിങ്ങൾക്ക് കോണ്ടൻറ്റ് വ്യൂ ചെയ്യാനാണെങ്കിൽ റീലൊന്നും കണ്ടാനൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാം. ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ടാണ് വേണം. വൈഫൈ, പിന്നെ എല്ലാ രീതിയിലുള്ള 5G ബാൻഡ്സ് 4G ബാൻഡ്സ് എല്ലാ ബാൻഡ്സും ഇതിൻ്റെ അകത്തുണ്ട്. നെറ്റ്വർക്കിങ്ങിനൊന്നും യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. അതായത് കോൾ കട്ടായി പോവുകയോ അല്ലെങ്കിൽ അബ്രപ്റ്റായിട്ട് നെറ്റ്വർക്ക് പോവുകയോ അല്ല അണ്ടർഗ്രൗണ്ടിൽ പോകുമ്പം നമുക്ക് ഇത് കിട്ടാതിരിക്കുകയോ. ഞാൻ മെട്രോയിലൊക്കെ ഈ ഫോൺ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി എ ബ്ലെസ്സിങ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നവർക്കും ഒരു കുഴപ്പമില്ല. ബാറ്ററി ലൈഫിനെ പറ്റി പറയാനാണെങ്കിൽ 7000 mAh സിലിക്കൺ കാർബണേറ്റ് ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. 90 വാട്ടിൻ്റെ ചാർജർ തൻ്റെ പെട്ടിയിനകത്ത് തരുന്നുണ്ട്. പെട്ടിയിനകത്ത് മഞ്ഞയാവണ ഒരു കേസും പിന്നെന്തൊരു 90 വാട്ടിൻ്റെ ചാർജറും വയറും സിം ഇജക്റ്റിംഗ് ടൂള് ഇല്ലേ? അത് കൊള്ളാമല്ലോ. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. സിം ഇജക്റ്റിംഗ് ടൂള് കാണും, ഇതായിരിക്കണം. വയറിൻ്റെ അടിയിൽ സിം ഇജക്റ്റിംഗ് ടൂളും ഉണ്ട്. അപ്പോൾ ആരും അതൊരു കാര്യത്തിൽ പേടിക്കേണ്ട. മഞ്ഞയാണ് ഒരു കേസിനെ ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ അതൊക്കെയാണ് പെട്ടിയിനകത്തുള്ള സാധനങ്ങൾ. അപ്പോൾ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഷടപടയെന്നൊരു 45 മിനിറ്റ് കൊണ്ട് തന്നെ ഫോൺ ചാർജായി കിട്ടും. ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടും. ഞാൻ എന്തായാലും ഈ ഫോൺ മേടിക്കാൻ പോകുന്നവരൊന്നും ഒരു ഭയാനക ഗെയിമേഴ്സോ അങ്ങനത്തെ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. വളരെ കാഷ്വലായിട്ട് ബാറ്ററി ലൈഫൊക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഫോൺ മേടിക്കാൻ പോകുന്നത്. അല്ലാതെ ഹെവി നിങ്ങളൊരു പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ വല്ല ഫോൺ മേടിയിടണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതെന്ന് പറയുന്നത് വളരെ കാഷ്വലായിട്ടുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അവർക്ക് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഒരു ഫോൺ വേണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ളൊരു ഫോണാണിത്.
പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 8 GB-യും 12 GB-യുടെയും വേരിയൻ്റ് ആണുള്ളത്. LPDDR5-ൻ്റെ റാമും UFS സ്റ്റോറേജ് 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. UFS സ്റ്റോറേജ് 3.1 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി ആയിരിക്കും. അതായത് സ്വിച്ചിങ് ബിറ്റ്വീൻ ദി ആപ്സ് ആയിക്കോട്ടെ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആയിക്കോട്ടെ, അത്യാവശ്യം പെർഫോമൻസ് മറ്റേ സാധനങ്ങൾ എല്ലാം നല്ല ജില്ലും തന്നെ പോകും. ആൻറ്റുറ്റു സ്കോർ നോക്കിയ സമയത്ത് 9 lakhൻ്റെ ആൻറ്റുറ്റു സ്കോറാണ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ അറിയാലോ, ഞാൻ ദിസ് ഇസ് നോട്ട് ഒരു ഭയാനക പെർഫോമൻസ് ബൂസ്റ്റൊക്കെ തരണം, അല്ലെങ്കിൽ റോ പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഇത് നടക്കൂല. CPU ത്രോട്ടിലൊക്കെ ചെയ്ത സമയത്തൊന്നും എനിക്ക് വലിയ ഒട്ടും ത്രോട്ടിലിങ്ങേ ഇല്ലായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗ്രീൻ ഇഫ് യു ക്യാൻ ലൈക്ക് യു ക്യാൻ സീ. പിന്നെ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നത് BGMI ഒക്കെ കളിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് സ്മൂത്ത് 60 FPS ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് കാഷ്വൽ ഗെയിംസ് ആയിട്ടുള്ള ഗാർഡൻ സ്കേപ്പ് അല്ലാത്ത മറ്റേ ചെറിയ കളികളുണ്ടല്ലോ, മറ്റേ ക്യാൻഡി ക്രഷ്, സബ്വേ സർഫർ തുടങ്ങിയ സാധനമൊക്കെ സുഖമായിട്ട് ഓടും. ബാക്കി ഹെവി ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് സാധനമൊക്കെ ഈ പാവപ്പെട്ട ഫോണിലൊന്നും എടുത്തിട്ടിട്ട് ഇതിനെ നാട്ടിക്കരുതെന്നാണ് എനിക്കിവിടെ ഹാർദവമായിട്ട് പറയാനുള്ളത്. പിന്നെ അത്യാവശ്യം ഡേ ടു ഡേ ലൈഫിലൊക്കെ നമുക്ക് വളരെ സ്നാപ്പി ആയിരിക്കും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് OS 6 ആണ് വരുന്നത്. OS 6-ലുള്ള സകല സാധനങ്ങൾ മറ്റേ ഫ്ലിപ്കാർഡ് ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ മറ്റേ പൂച്ച നക്കണ സാധനമൊക്കെ ഉണ്ടല്ലോ, അതായത് ഇവിടെ പോയിട്ട് തീമി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർഡ് ഇതൊക്കെ കിട്ടണുണ്ട് കേട്ടോ മറ്റേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മറ്റേ ഇത് കയറിയിട്ട് ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് മറ്റേ ഈ ഡൈനാമിക് ഐലൻഡ് ഒറിജിൻ ഐലൻഡിലോട്ട് ഇടാം. ഓഫീസ് കിറ്റ് വരുന്നുണ്ട്, നോട്ടിലുള്ള AI ഫങ്ഷൻസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സർക്കിൾ ടു സെർച്ച് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും AI പരിപാടികൾ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. OS ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 years ഓഫ് സെക്യൂരിറ്റി ആയിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റിയുടെ 7360 ടെർബോ എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. 4 nanometer പ്രോസസ്സിംഗ് ആണ്. 2.5 GHz മെയിൻ പെർഫോമൻസ് സ്കോർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നിങ്ങളുടെ ഒരു കാഷ്വൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിപ്സെറ്റ് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പവർ ഹംഗ്രി ആവാത്തൊരു ചിപ്സെറ്റ് ആയതുകൊണ്ടും 7000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് ഇതിലോട്ട് കിട്ടും. പിന്നെ സോഫ്റ്റ്വെയർ അത്യാവശ്യം ഇപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആണ്. പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നിങ്ങൾക്ക് വിവോയിൽ കിട്ടണുണ്ട്. ഇന്ന് മിണ്ടായിരയുടെ മനുഷ്യനെ പേടിപ്പിക്കുകയും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ വളരെ ലൈക്ക് നിങ്ങളൊരു കാഷ്വൽ യൂസറൊക്കെ ആണെങ്കിൽ ഗംഭീര ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ ക്യാമറ ആണ് വരുന്നത്. അത്യാവശ്യം വിവോയിലെ ഫോൺ ആയതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല സെൽഫീസ് നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ അകത്ത് ഈ ചിപ്സെറ്റിൽ എനിക്കൊരു വലിയൊരു കാര്യം തോന്നിയത് സ്നാപ്ഡ്രാഗൺ 7s Gen 4 ഇല്ലാത്തൊരു സാധനം ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറയിൽ നടക്കും. അതെനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K, ബാക്ക് ക്യാമറയിൽ 4K 30 FPS. ഇനിയിപ്പോൾ നേരെ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് തണ്ട ഇതേപോലത്തെ ഒരു ഐറ്റമാണ് പറഞ്ഞത്. അതേപോലെ നമുക്ക് അൾട്രാ വൈഡ് ഇട്ടിട്ട് വ്ളോഗ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വളരെ സുഖമായിട്ട് എടുക്കാം. 4K 30 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫുട്ടേജൊക്കെ നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാക്കിൽ ഇതുപോലെയൊക്കെ നിയോൺ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ബാക്കിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫേസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആക്ച്വലി വെരി നൈസ്. ഫ്രണ്ടിലാണ് ലൈറ്റെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഈ കുടയിൽ ഈ അഴുക്ക് എവിടെ നിന്ന് വന്നിടയിൽ ആരും ചായ കുടിച്ചപ്പോൾ ഇങ്ങനത്തെ വേറിഞ്ഞ എന്തിനാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ മൂക്കിൽ വരെ നമുക്ക് സൂമിൻ ചെയ്യാം വേണ്ട. പക്ഷേ അത് ആരും ചെയ്യരുത്. ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് ഹോം ടൂറൊക്കെ ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഇങ്ങനെ നമുക്ക് എടുക്കാം. അതിൽ ഡിജിറ്റൽ 2x ഒക്കെ ഉണ്ട്. ഇതേപോലെയൊക്കെ ഷോട്ട് എടുക്കാം. സബ്ജക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ബാക്ക് ക്യാമറ വെച്ച് നിങ്ങൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ ലൈറ്റ് വന്നാൽ ഇങ്ങനെയായിരിക്കും ഹൈലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്നുമാണ് ലൈറ്റെങ്കിൽ അതിങ്ങനെയായിരിക്കും. 4K 30 FPS വരെ ഉള്ളൂ. 1080p 60 വരെ ഉണ്ട്. ശരി, എന്നാൽ ബാക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ അൾട്രാ വൈഡ് 8 മെഗാപിക്സൽ. അത് അവിടെ വരുന്ന മറ്റേ സ്റ്റോക്ക് ഇങ്ങനെ പൈലപ്പായിട്ട് കിടക്കണം. അതുകൊണ്ട് അവന്മാർ അതങ്ങ് എടുത്ത് യൂസ് ചെയ്യണം, ഒരു കാര്യമില്ലാതെ. 200 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറുണ്ട്. അതിൽ വെച്ച് അത്യാവശ്യം കിടിലം കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കുന്നത് പറ്റി. അത് ഇതാണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 200 മെഗാപിക്സൽ ഇതേകൂടെ തട്ടിയാൽ 200 മെഗാപിക്സൽ ആവുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എടുക്കുന്നു. പ്രോസസ്സായി. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് ഇതേപോലെ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നല്ല ഡീപ്പായിട്ടുള്ള ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് കളിക്കാം. അതാണ് ഈ 200 മെഗാപിക്സലിൻ്റെ ഒരു പരിപാടി.
പിന്നെ നമുക്ക് അത്യാവശ്യം പോർട്രേറ്റ് മോഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 23mm 35mm വരെ അത്യാവശ്യം നല്ല പോർട്രേറ്റ് എടുക്കാം. 50-85 പോകുമ്പം ഡിജിറ്റൽ ക്രോപ്പാണ് വരുന്നത്. ആ സമയത്ത് ഒരു പോരാ എന്നാണ് എനിക്ക് മലയാളത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് AI ഫങ്ഷനാലിറ്റീസൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം കേട്ടോ, AI വിഷ്വൽസ്. പിന്നെ ഇവിടെ പോയിട്ട് ബ്യൂട്ടിഫിക്കേഷനൊക്കെ മാറ്റിയിടുക. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് അത് നാച്ചുറലി കിടക്കും, അത് മാറ്റണം. നമ്മൾ വേറെ വല്ല മനുഷ്യന്മാരായിട്ട് മാറ്റിക്കളയും. ഇതൊക്കെ മാറ്റുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. മാക്രോ മൂവി എന്ന് പറയുന്നത് അത് ചുമ്മാ ഇടാൻ മറ്റേ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഡ്യുവൽ വ്യൂ വരുന്നുണ്ട്, ഒരേ സമയത്ത് ഫ്രണ്ടും ബാക്കും ക്യാമറ ഓൺ ആവണ പരിപാടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ ഫോട്ടോഗ്രാഫി, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, പിന്നെ സ്ലോ മോഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 720 120 FPS വരെ ഉള്ളൂ. 1080p നെഗി ഹേ. ഹൈ റെസൊല്യൂഷൻ ഞാൻ നേരത്തെ കാണിച്ചു. പാനോരമ അൾട്രാ HD ഡോക്യുമെൻറ്റ്, നിങ്ങൾക്ക് വല്ല മറ്റേ നിങ്ങളുടെ പാൻ കാർഡ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, ഇത് മറ്റേ എമറേറ്റ്സ് IDയൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഒരു അൾട്രാ HD ഡോക്യുമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ആർക്കെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ക്യാമറയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം ആ ഒരു 200 MP ക്യാമറ അടിപൊളിയായിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള വേറെ ഫോണുകളുണ്ട് ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോണൊക്കെ എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് വളരെ ഇതിൻ്റെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് അവർക്ക് ബാറ്ററി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ്. മറ്റേ ആ ക്യാമറ സെൻട്രിക് ഫോണിൽ ബാറ്ററി ലൈഫ് ഇല്ല. അതായത് നത്തിങ് 4Aയിൽ ബാറ്ററി ലൈഫ് 5000 mAh ഉള്ളൂ. ഇതിൽ 7000 ഉണ്ട്. അതിൽ ഫോട്ടോഗ്രാഫിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. സോഫ്റ്റ്വെയറിനാണ് ഇമ്പോർട്ടൻസ്. ഇതിലും അത്യാവശ്യം സോഫ്റ്റ്വെയർ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നല്ലതാണ്. ഇതിൻ്റെ ബാറ്ററി ലൈഫ് നല്ലതാണ്. ക്യാമറ അത്യാവശ്യം നൈസാണ്. ഫ്രണ്ടിൽ 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. HDR10+ എല്ലാത്തിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം അങ്ങനെയൊക്കെ ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള യൂസേഴ്സാണെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. ഇതിൻ്റെ വില നമ്മൾ ആസ് വി സ്പീക്ക് ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൻ്റെ പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ നടക്കുകയായിരിക്കും. ആ വഴിയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ആണ്. ദുബൈയിലാണല്ലോ. അപ്പം 2 വേരിയൻ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 8GB 256ഉം 12GB 256ഉം. 8GB 256ന് 1399 ദിർഹംസും 12GB 256ന് 1699 ദിർഹംസുമാണ് വരുന്നത്. പ്രൈസ് കൂടുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും ഭയാനകമായി കൂടാനുള്ള ഹൈലി പോസിബിലിറ്റി വരുന്നുണ്ട്. മറ്റേ നമുക്ക് റാമും SSD മാത്രം നോക്കിയാൽ മതി. ഇനി ഇപ്പോൾ ഒരു പുതിയ വാറും കൂടെ ഇതിൻ്റെ ഇടയിൽ വന്ന സ്ഥിതിക്ക് ട്രാൻസ്പോർട്ടേഷനും കൂടെ നോക്കേണ്ടി വരും. അത് ലോജിസ്റ്റിക്കിൻ്റെയൊക്കെ പരിപാടിയൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും ക്രൂഡ് ഓയിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഡെഫിനറ്റ്ലി കൂടും. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസൊക്കെ ഇനിയും കൂടാനേ ചാൻസ് ഉള്ളൂ. ഇനി ഇത് കുറയാൻ വേണ്ടിയെന്ന് ഇനി ആരും നിൽക്കേണ്ട. വളരെ പാടായിരിക്കും. ഈ ഒരു 2026 തൊട്ട് ഇത് എന്ന് വരെ തീരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ദർ ഇസ് എ ഹൈ ഡിമാൻഡ് ഓൺ റാം ആൻഡ് SSD ആൻഡ് ഓൾസോ ദർ ഇസ് ഗോയിങ് ടു ബി എ സർപ്ലസ് അല്ല, ഡിമിനിഷിങ് സർപ്ലസ് അല്ലേ, എന്തുവാണ് ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ദർ ഇസ് ഗോയിങ് ടു ബി എ ഹൈ ഡിമാൻഡ് ഫോർ മറ്റേ സാധനം. പക്ഷേ ഇപ്പോഴത്തെ വാർ സിറ്റുവേഷൻ വെച്ചിട്ട് അത് ചിലപ്പോൾ കുറച്ച് നമ്മളെ പണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ ദീസ് തിങ്സ് ആർ ഗോൺ ഗെറ്റ് എക്സ്പെൻസീവ്. അത് വിവോ ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, ഷവമി ഒന്നും ഇതിലായിട്ടും തുടങ്ങിയിട്ടില്ല. ചൈനയിൽ വരെ വില കൂട്ടി തുടങ്ങി. അത് തന്നെയാണ് ഒരു വലിയ ഒരു ഡേഞ്ചർ ഹിൻ്റാണ്. ചൈനയിൽ വില കൂട്ടണമെങ്കിൽ പണി പാളും. ഇന്ത്യയിലെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് ഇതൊക്കെ ഇനി വില കുറഞ്ഞിട്ട് എടുക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഫോൺ മേടിക്കാത്തൊരവസ്ഥയിലോട്ട് പോകും. അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഏറ്റവും മാക്സ്ഡ് ഔട്ട് ആയിട്ടുള്ള സ്റ്റോറേജ് വെച്ച് മേടിക്കാൻ നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ കുറച്ചും കൂടെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് 1 TB 512 ചാടുകയാണെങ്കിൽ തിരിച്ച് വിൽക്കുന്ന സമയത്ത് അത് ഡിമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക്. ഇത് 1 TB ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം റീസെയിൽ വാല്യൂവിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫോണാണിത്. ഇതിൻ്റെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു 200 MP സെൻസർ ആയിക്കോട്ടെ, 4K വീഡിയോ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, അത്യാവശ്യം ഒരു കാഷ്വൽ യൂസറാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫോൺ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നിങ്ങൾ മേടിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഡെഫിനറ്റ്ലി താഴെ രേഖപ്പെടുത്തണം. ഒരു കൺസ്യൂമറിൻ്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും കൂടുതൽ വേറൊരാൾക്കും ഒരു ഫോൺ മേടിക്കാനോ ഏതൊരു ഗാഡ്ജറ്റ് മേടിക്കാനോ പ്രചോദനവും അവർക്ക് ഇൻഫർമേഷനും അവർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ലിമിറ്റഡ് ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. എന്താണെങ്കിലും നിങ്ങളൊരു നല്ലൊരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫോൺ മേടിക്കാവുന്നതാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഡിസിഷനാണ്.
അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സുഖമായിട്ടിരിക്കുക. ആൻഡ് I hope everything gets sorted out very soon and we all go back to our normal proper life എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ദാറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ ടാറ്റ, ലവ് യു ഓൾ. ശരി.